ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇന്ന് നല്ല വെട്ടമുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഫിൽറ്റർ ഒന്നും ഇല്ലെങ്കിൽ ഈ വെട്ടം സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി സൂപ്പറായിരിക്കും. കണ്ടില്ലേ, നല്ല രസമില്ലേ? ഒരു ഫിൽറ്ററും ഇല്ല ഇതിൽ. ഓക്കെ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല. എൻ്റെ അമ്മാച്ചൻ്റെ മോനുണ്ട് ആയിരിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് എൻ്റെ റാൻഡം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഇങ്ങനെ കഴിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. ബൈ. അല്ല, വെൽക്കം ടു മൈ വീഡിയോ. രാവിലെ ഞങ്ങൾ രണ്ടുപേരുടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കണ്ടോ, പറഞ്ഞപ്പോഴേ ഞാൻ തിന്നാതിരിക്കാവരെ എന്നേക്കാളും സ്പീഡിൽ എടുത്തെടുത്ത് കഴിക്കുക. നമ്മൾ ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ പോകും. ഇവിടെ എല്ലാം കച്ചറ കുച്ചറയായി കിടക്കും. അപ്പം നമുക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കാം. എൻ്റെ ഹെൽപ്പിന് ആരാ ഉള്ളതെന്ന് അറിയാവോ? കണ്ടോ, ഇതാണ് എൻ്റെ ഹെൽപ്പർ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകുവാന്നേ. ജുവാൻ ഉറക്കം വരുന്നല്ലേ? അപ്പൊ നമ്മൾ എന്തെടുക്കാൻ പോകുന്നത്? ഉറങ്ങിയിട്ട് നമ്മൾ എന്തെടുക്കും? ചപ്പാത്തി ആര് ചുടും? ആര് പറഞ്ഞു ഞാനെ ചുടുന്നേന്ന്? എന്നാ കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ പറ. ഓക്കെ, ഞങ്ങളപ്പം ഉറങ്ങി എണ്ണീക്കുമ്പോ എന്താ ഉണ്ടാക്കി തരാമെന്ന് പ്രതീക്ഷിച്ചു പറഞ്ഞേ? ചപ്പാത്തി. ഇപ്പൊ എന്താ വേണം? ചപ്പാത്തി. അപ്പൊ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം. ചില സാങ്കേതിക കാരണങ്ങൾ മൂലം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ സാധിച്ചില്ല. യെസ്, ചില സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ സാങ്കേതിക കാരണങ്ങൾ? പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നില്ലല്ലോ. നമ്മള് ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പം പൊടി കുറച്ച് പഴകിയതായിരുന്നു. അത് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം പൊടിക്കകത്ത് നമുക്കപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇപ്പം വരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? അമ്മ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമായിരിക്കും അല്ലേ? യെസ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ജുവാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അമ്മ എന്ത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്നാണ് ജുവാൻ പ്രതീക്ഷിക്കുന്നത്? എന്താ വാങ്ങിച്ചോണ്ട് വരുമെന്നാ? അച്ഛമ്മ എന്തോ വാങ്ങിച്ചോണ്ട് വരുമെന്നാ പ്രതീക്ഷിച്ചിരിക്കുന്നത്? കോളയോ? ഒരു കാര്യം പറയാവേ. രാവിലെ ഇവൻ വന്നപ്പം പ്രിൻസ് എൻ്റെ ആങ്ങളയുടെ ഇടയിൽ ഒരു പാവയുണ്ട് കേട്ടോ. ആ പാവയെ കണ്ടിട്ട് ഉടനെ ഇവൻ പറയുവാന്നില്ല ബൂബിയാണെന്ന്. പിള്ളേരുടെയൊക്കെ ഒരു ഇതേ ഫുൾ ടൈം ഫോണിനകത്ത്. അപ്പം ഇവൻ പാവയെ കണ്ടിടനെ ഇവൻ പറയുമ്പോൾ ലബൂബിയാണ്. അതിന് ഇങ്ങനെ എടുത്തിട്ട് വന്നേ, ഞാൻ കാണിക്കാട്ടോ. ഇതുണ്ട്, ഇതാണ് ആ പാവ. എനിക്ക് എന്തോന്ന് അറിയത്തില്ല, എന്തോ ഇത് കണ്ടപ്പോൾ നിനക്ക് ലബൂബിയാന്ന് തോന്നിയത്? ഫോണിൽ കണ്ടതുപോലെ ഇരിക്കുന്നല്ലേ? കണ്ടോ? എന്താ, എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ ലബൂബിയെ പോലെ തോന്നി. എന്താ അറിയത്തില്ല, ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു സംഭവം കൊണ്ടായിരിക്കും. ഇത് എനിക്കറിയത്തില്ല എന്താണോ, എനിക്കും തോന്നിയായിരുന്നു അങ്ങനെ. ഇവൻ എടുത്ത വായിലോ ഇത് ലബൂബിയല്ലേ എന്ന്. ഞാനങ്ങ് ഷോക്കായിപ്പോയി. കൊച്ചു പിള്ളേർക്കൊക്കെ ഈ ലബൂബി, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എന്തോരം എന്താ കൊച്ചു പിള്ളേരുടെ ഇടയിലും ഒക്കെ എന്തോരം ഇതാവുന്നുണ്ടല്ലേ. ഓക്കെ, ഇതാണ് ആ പാവ. ക്യൂട്ടല്ലേ? നല്ല കളറും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ആച്ചമ്മ വരുന്നുണ്ടല്ലേ? അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ആച്ചമ്മ വരുന്നു അല്ലേ? യെസ്. ഫുഡൊക്കെ കഴിച്ചല്ലേ? കഴിച്ചിട്ട് ഇപ്പം അമ്മയാണെങ്കിൽ താഴെ ഒരു വീട്ടില് വെള്ളം കോരാൻ പോയി. ഇവിടെ നമുക്ക് കിണറില്ല. അപ്പം വെള്ളം കോരാൻ പോയപ്പം നമുക്കത് പോയി എടുക്കാൻ പോകാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഭയങ്കര വെയിലാണ്. ഞാൻ കാണിച്ചത് ഭയങ്കര വെയിലാണ്. ഇത് ആ കാണുന്ന വീടില്ലേ, ഇത് ആ കാണുന്ന വീട്, അവിടാണ് ഇത് എടുക്കാൻ പോയത്. അപ്പോൾ നമുക്ക് കുടയൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് വിളിക്കാറാകുമ്പോഴത്തേക്കും അവനെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം നടന്ന്. അമ്മയ്ക്ക് കൂട്ട് അപ്പവും പോയിട്ടുണ്ട്. അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പവും അമ്മയും അപ്പവും
അമ്മ. ഇപ്പം സമയം ഒരു 5 മണിയായി. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണ്ണീച്ചേ. എന്താ ഇവനീ പറയുന്നത്? അപ്പം നമുക്ക് കാപ്പിയും അച്ചപ്പവും കഴിക്കാം. അച്ചപ്പം, കുഞ്ഞച്ചപ്പം കഴിക്കാൻ ഒരാളോടുണ്ട് കൂട്ടിനെ. കാണിക്കാവേ. അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനും ജുവാനും പ്രിയ ചേച്ചിയും കൂടെ അച്ചപ്പം കഴിക്കുവാ. ഇപ്പോൾ ഒരു 6:45 ആവുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് രക്തചന്ദനം തേച്ചിട്ടിരിക്കുവാണേ. എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കർണാടകയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് വന്നപ്പം അതിൻ്റെ പാടൊക്കെ മാറി. ഈ രക്തചന്ദനം നല്ലതല്ലേ, അങ്ങനെ രക്തചന്ദനം തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫോണ് ഓണാക്കി സൗണ്ട് കേൾക്കുമ്പോഴേ ഓടി വരുന്ന ഒരാളെ കണ്ടോ? എന്തെടുക്കാൻ പോവാ ജുവാന്? നോക്കാൻ. ഇപ്പം എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോവാന്നോ? ഓക്കെ, കുളിക്കാൻ പോയിട്ട്. ഓക്കെ, ഞാനിത് എൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.